ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ റവ വെച്ചുകൊണ്ടാണ് അപ്പം റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പം ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ആക്റ്റീവ് ആയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഈസ്റ്റിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓവർ ചൂട് കൂടാനും പാടില്ല, എന്നാൽ നോർമൽ വെള്ളമല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 കപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം, ഓവർ ചൂടുണ്ടാവാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ്, ഏറിയാൽ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മളെ ഈസ്റ്റൊക്കെ ഒന്ന് നല്ല ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് നല്ല മാവൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഓവർ ലൂസിലും നല്ല കട്ടിയിലും അല്ല ഇരിക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒഴുകി പോകാൻ പാടില്ല, ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മളെ മാവ് ഇരിക്കേണ്ടത്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മളെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒരു ബബിൾ വരാൻ തുടങ്ങുന്ന ടൈമിന് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബബിൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് മതി, ഓവർ ടൈമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇതാ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കെ പോലെ തന്നെ മുട്ടക്കറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടുന്ന നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പുതിയ റെസിപ്പീസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. Thank you.